സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ശംസുൽ ഉലമയെ പറ്റിയാണ് പറയുന്നത്. EK അബൂബക്കർ മുസ്ലിയാരെ പറ്റിയാണ് ഒരു മുസ്ലിയാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോ അപ്പൊ ഓർക്കൽ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താൽ ആ ഖവാത്തിറകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. അസ്തമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യല്. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നമസ്കാരം, ആ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന നമസ്കാരം, അല്ലാഹുവേ നിന്റെ മുമ്പിൽ ഇതാ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നിരിക്കുന്നു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നമസ്കാരം, സുബ്ഹാന റബ്ബിയൽ അഅല എന്നും സുബ്ഹാന റബ്ബിയൽ അലീം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമസ്കാരം, ഫാത്തിഹയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നൊരു മുസ്ലിം പ്രഖ്യാപിക്കുന്ന നമസ്കാരം, ആ നമസ്കാരത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും മോശമായ ചിന്തകൾ കടന്നു വന്നാൽ, നമസ്കാരവുമായി ബന്ധപ്പെടാത്ത എന്തെങ്കിലും ചിന്തകൾ കടന്നു വന്നാൽ ഓർമ്മിക്കേണ്ടത് EK അബൂബക്കർ മുസ്ലിയാരെയാണ് എന്നാണ് ഈ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത്. അയാൾ ഓർക്കുന്നു എന്ന് മാത്രമല്ല, നാട്ടുകാരോട് മുഴുവൻ പറയാൻ. നമുക്കറിയാം, പലപ്പോഴും ആളുകളുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകും. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റ് ചിന്തകൾ കടന്നു വരും. അള്ളാഹുവിനെ ഓർമ്മിക്കുവാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്റുകളിൽ, പ്രാർത്ഥനകളിൽ, ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധ ചെലുത്തുവാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ മുസ്ലിയാര് പറയുന്നതോ, നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരെയാണ്. ഞാൻ എങ്ങനെ ഓർമ്മിക്കുമ്പോ എനിക്ക് പ്രത്യേക അനുഭൂതിയാണ് ഉണ്ടാകുന്നത് എന്നാണ്.